Welcome to KTU Online Study. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റിൽ ആദ്യം നമ്മൾക്ക് നോക്കേണ്ടത് പ്രൊജക്ഷൻസ് ആണ്, തിയറി ഓഫ് പ്രൊജക്ഷൻസ്. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ എഞ്ചിനീയേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ത്രൂ ഡ്രോയിങ്. അപ്പോൾ എപ്പോഴും ഒരു എഞ്ചിനീയർ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പ്രൊവൈഡ്സ് ദ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് ക്രിയേറ്റിംഗ് ദിസ് ഡ്രോയിങ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് ഉണ്ടാക്കുന്നതിന്റെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് അതൊക്കെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഐഡിയാസ് എന്ന് നമ്മൾ പറഞ്ഞു, ഐഡിയാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോപ്പർട്ടീസ് ആസ് വെൽ ആസ് ഫീച്ചേഴ്സ് ഓഫ് 3-dimensional ഒബ്ജക്ട്സ് അല്ലെ. എഞ്ചിനീയറിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും 3-dimensional ആണ്. അപ്പൊ ഈ 3-dimensional ഒബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ് ലൈക്ക് അതിന്റെ ഡയമെൻഷൻ, അതിന്റെ ഷേപ്പ്, അതിന്റെ ജോമെട്രിക് ഫീച്ചേഴ്സ്, അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സസ് അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ആണ് നമ്മൾ ഐഡിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് മീഡിയം എപ്പോഴും 2-dimensional ഡ്രോയിങ് ഷീറ്റ്സ് ആണ് അല്ലെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലൊക്കെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഒരു ഷീറ്റിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് 3-dimensional ഒബ്ജക്ട്സിനെ 2-dimensional ഷീറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. ആ മെത്തേഡിനെയാണ്, അതിന്റെ ടെക്നിക്സിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുക. സോ പ്രൊജക്ഷൻ ഈസ് ദ ടെക്നിക് ഓഫ് റെപ്രസെന്റിങ് 3D ഒബ്ജക്ട്സ് ഓൺ എ 2D പ്ലെയിൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡെഫിനിഷനിൽ തന്നെ വ്യക്തമാണ് നമ്മൾക്ക് വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻവോൾവ് ഇൻ പ്രൊജക്ഷൻ. നമ്മൾക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് ഒബ്ജക്റ്റ് ഓൾമോസ്റ്റ് ഓൾവേസ് എ 3-dimensional ഒബ്ജക്റ്റ് ആയിരിക്കും. അതിന്റെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലെയിനിലാണ് പ്രൊജക്ട് ചെയ്യുക. ആ പ്ലെയിനിനെ നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയും. സോ വി ഹാവ് ഒബ്ജക്റ്റ്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഓൺ വിച്ച് ദ പ്രൊജക്ഷൻ ഈസ് ഫോംഡ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത് ദർ ഈസ് ആൻ ഒബ്സർവർ. ആൻഡ് ഒബ്സർവറിന് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഉണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ. ആ ഒബ്സർവർ സിറ്റുവേറ്റ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് എന്ന് പറയും. അപ്പം നമ്മൾക്കതിനെ ലൈറ്റ് റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഒബ്സർവർ എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. ആ ലൈൻ ഓഫ് സൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൽ ഫാൾ ചെയ്യും അല്ലെ. ഒബ്ജക്റ്റിൽ ഫാൾ ചെയ്യും. അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് അതിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ ഒരു ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഡ്രോയിങ് ഫോം ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിൽ ഈ ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ പ്രൊജക്ടേഴ്സ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്. ഇതിന്റെയൊക്കെ ഡിഫറെന്റ് ഓറിയന്റേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൊജക്ഷനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം there are different types of projection. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ ആസ് വെൽ ആസ് അലൈൻമെന്റ് ഓഫ് പ്രൊജക്ടേഴ്സോ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനോ ഒബ്സർവർ ഒക്കെ. ഇതൊന്നും നമ്മൾക്ക് ഇത്രയും പ്രൊജക്ഷൻസ് ഒന്നും നമ്മൾക്ക് പഠിക്കാനില്ല. നമ്മൾക്ക് ആകെ പഠിക്കാനുള്ളത് ഇതിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മാത്രമാണ്. അതിൽ തന്നെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അപ്പൊ ഇതാണ് നമ്മൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. ഇത് നമ്മൾക്ക് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്ടേഴ്സ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എപ്പോഴും നമ്മുടെ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും അല്ലെ. പാരലൽ പ്രൊജക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊജക്ഷൻ ലൈൻസ്. ഇപ്പൊ ഇതാണ് പ്രൊജക്ഷൻ ലൈൻ. ഈ ഒരു പ്രൊജക്ഷൻ ലൈൻ ഇറ്റ് ഈസ് പാരലൽ ടു അതർ പ്രൊജക്ഷൻ ലൈൻസ് അല്ലെ. ഈ ഒരു ലൈനും ഇതും പാരലൽ ആണ്, ഇതും പാരലാണ്. അപ്പൊ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന 4 പ്രൊജക്ഷൻ ലൈൻസും പാരലൽ ആണ്. അപ്പൊ ഈ പാരലൽ ലൈൻസ് ഒബ്സർവറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണമെങ്കിൽ ഒബ്സർവർ എവിടെ ആയിരിക്കും? ഒബ്സർവർ ഇസ് ഇൻഫിനിറ്റിയിലായിരിക്കും അല്ലെ. ഇത് നിങ്ങൾ ഫിസിക്സിൽ ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലൽ റേസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഒബ്സർവർ ഇൻഫിനിറ്റിയിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ പാരലൽ പ്രൊജക്ടേഴ്സ് വരും.
ഇനി നമ്മൾ പ്രൊജക്ഷൻ പ്ലെയിൻ എങ്ങനെ വെക്കുക? പ്രൊജക്ഷൻ പ്ലെയിൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ. പ്രൊജക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ. അപ്പൊ നമ്മൾ ഈ പ്രൊജക്ഷൻ പ്ലെയിനിനെ ഈ പ്രൊജക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലുള്ള ഒരു പ്രൊജക്ഷനാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയാം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പാരലൽ പ്രൊജക്ടേഴ്സ് പെർപെൻഡിക്കുലർ ടു പ്രൊജക്ഷൻ പ്ലെയിൻസ്. ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യോ അല്ലെങ്കിൽ പഠിച്ച് ഇരിക്കേണ്ട, എക്സാമിന് ആൻസർ ചെയ്യേണ്ടതൊന്നുമല്ല. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് uses parallel projectors which are perpendicular to projection plane. ഇപ്പൊ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇവിടെ നോക്കുക, ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. ഈ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിന് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, ലെറ്റ്സ് സേ ഞാൻ ഈ ഡയറക്ഷനിൽ വ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊജക്ഷൻ എന്തായിരിക്കും? അതാണ് ഇവിടെ റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ ഈ ഒരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു സിംഗിൾ വ്യൂവില് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്നും വിസിബിൾ അല്ല, ഈ ഒബ്ജക്റ്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും വിസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒബ്ജക്റ്റിന്റെ ഈ ഡയമെൻഷൻ എത്രയാണ്, അതായത് ഈ ഡയറക്ഷനിലുള്ള ഇതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ഈ ഒറ്റ ഫിഗറിൽ വിസിബിൾ അല്ല. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൽ ഇതുപോലുള്ളൊരു ജോമെട്രിക് ഫീച്ചർ ഉണ്ട്. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ട് ഈ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലൊരു ജോമെട്രിക് ഫീച്ചർ അതിനുണ്ടെന്ന് വിസിബിൾ അല്ല. സോ ദാറ്റ് മീൻസ് എ സിംഗിൾ വ്യൂ is not sufficient to represent all the dimensions or other details of an object in orthographic projection. അതുകൊണ്ട് തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ 2 or more 2D views are necessary. 2 or more 2D views are necessary. അതിന് നമ്മൾ ഡിഫറെന്റ് വ്യൂസ്, ഇപ്പൊ ഈ നേരത്തെ നോക്കിയ എക്സാമ്പിൾ ആണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഈ ഒരു 1 2 3 ഈ 3 വ്യൂസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് എന്ന് പറയുക. മൾട്ടി വ്യൂ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇനി ഈ ഡിഫറെന്റ് വ്യൂ അത് ഏതൊക്കെ ആയിരിക്കണം എന്നതൊക്കെ അത് സ്റ്റാൻഡേർഡ് ആണ്, ഡിഫൈൻഡ് ആണ്. അപ്പം ഏതൊക്കെ വ്യൂസ് ഉണ്ട്? ഫ്രണ്ട് വ്യൂ ഉണ്ട്, നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഫ്രണ്ട് നിന്ന് വ്യൂ ചെയ്യുമ്പോൾ. ടോപ്പ് വ്യൂ ഉണ്ട്, വെൻ വി വ്യൂ ദ ഒബ്ജക്ട് ഫ്രം ദ ടോപ്പ്. ആൻഡ് സൈഡിന് വ്യൂ ചെയ്യുമ്പോൾ സൈഡ് വ്യൂ. ഇതുപോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 വ്യൂ വെച്ചിട്ട് നമുക്ക് ഇതിനെ കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 2 വ്യൂ എങ്കിലും ആവശ്യമാണ്. അത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആയിരിക്കും. ചില ഒബ്ജക്ട്സിൽ, ഇതുപോലുള്ള ഒബ്ജക്ട്സിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സൈഡ് വ്യൂവും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പം ഈ വ്യൂസ് ഒക്കെ ഫോം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻസിലാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്. അതൊക്കെ ഫോം ചെയ്യുന്ന പ്ലെയിൻസ്, ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്, ടോപ്പ് വ്യൂ ഫോം ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്, സൈഡ് വ്യൂ ഫോം ചെയ്യുന്നത് പ്രൊഫൈൽ പ്ലെയിനിലാണ്. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ദർ ഇസ് എ ഒബ്ജക്ട്, അല്ലെ ഈ ക്യൂബോയിഡ് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ ഫ്രണ്ട് നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും, അല്ലെ? ഇവിടെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും. ആ ഫ്രണ്ട് വ്യൂ എവിടെ ഫോം ചെയ്യുന്നത്? ഇത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്, അല്ലെ? എപ്പോഴും ഒരു ഒബ്ജക്റ്റിന്റെ, ഇതുപോലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും അതിന്റെ പ്രൊജക്ഷൻസ് ഫോളോ ചെയ്യുക. അപ്പൊ ആ പ്ലെയിന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അതുപോലെ ഇതിന്റെ ടോപ്പ് വ്യൂ നമ്മൾ എവിടുന്ന് ഒബ്സർവ് ചെയ്യുക? ടോപ്പ് നിന്നാണ് ഒബ്സർവ് ചെയ്യുക. ടോപ്പ് നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് വ്യൂ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും ഫോളോ ചെയ്യുക. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതിൽ ടോപ്പ് വ്യൂ, ഇതിന്റെ ടോപ്പ് വ്യൂ ഫോം ചെയ്യും. അതുപോലെ സൈഡ്, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു സൈഡ് പ്ലെയിനിലാണ്, അതായത് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ നമ്മുടെ സൈഡ് വ്യൂ ഫോം ചെയ്യും. അതിന് നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്നാ പറയാം, പ്രൊഫൈൽ പ്ലെയിൻ. അപ്പൊ എന്തൊക്കെയുണ്ട്? ഫ്രണ്ട് വ്യൂ എവിടെയാണ്? ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഫോം ചെയ്യുക. ഒരു ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യും. ഇത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വ്യൂസ്. ഇപ്പൊ സിമ്പിൾ ഒബ്ജക്ട്സ്, ഇതുപോലത്തെ ഒബ്ജക്ട്സ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചാൽ തന്നെ എല്ലാ ഡയമെൻഷൻസും നമ്മൾക്ക് വിസിബിൾ ആവും. അപ്പൊ ഈ 2 പ്ലെയിൻസിനെ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. പ്രിൻസിപ്പൽ പ്ലെയിൻ. സോ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനുമാണ്.
ഇനി ചില ഒബ്ജക്ട്സിന്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് സൈഡ് വ്യൂ ആവശ്യമാണ്. സൈഡ് വ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രൊഫൈൽ പ്ലെയിനിലാണ്. അപ്പൊ എല്ലാ ഒബ്ജക്ട്സിനും നമ്മൾ സൈഡ് വ്യൂ വരക്കേണ്ട കാര്യമില്ല, ചിലതിൽ മാത്രമാണ് നമ്മൾ സൈഡ് വ്യൂ വരക്കുക. അത് പ്രൊഫൈൽ പ്ലെയിനിലാണ് ഫോം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുക, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു ലൈനിലായിരിക്കും അല്ലെ, ഇതുപോലെ ഒരു ലൈനിലായിരിക്കും. ആ ലൈനിലാണ് നമ്മൾ റെഫറൻസ് ലൈൻ എന്ന് പറയാം. സോ റെഫറൻസ് ലൈൻ ഇസ് ദി ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ 4 വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് ദ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് യു ഹാവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതുപോലെ നമ്മളൊരു പ്ലെയിൻ ആയിട്ട് സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് സ്പേസിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിവിടെ വിസിബിൾ ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ് അല്ലെ, ഈ ഒരു സ്പേസ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ആ സ്പേസിനെ നമ്മൾക്ക് എങ്ങനെ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എബവ് HP ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലെ. ഇവിടുന്ന് നമ്മുടെ ഒബ്സർവർ ഇവിടെയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾക്ക് ഒബ്ജക്റ്റ് എപ്പോഴും അല്ലെങ്കിൽ ആ സ്പേസിന് നമ്മൾക്ക് എബവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയാം അല്ലെ. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതിന് എബവ് ആണ്. ആൻഡ് ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ, അതിന് ഇൻ ഫ്രണ്ട് ആണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് എബവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അതുപോലെ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഈ ഒരു സ്പേസ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു പ്രിൻസിപ്പൽ പ്ലെയിൻസ്? ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് എബവ് ആണ്. അതുപോലെ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആണ്. സോ എബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ബിഹൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിനെ ഡിഫൈൻ ചെയ്യുക. ഈ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ബിലോ ആയിരിക്കും, ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആൻഡ് വെർട്ടിക്കൽ പ്ലെയിനോ, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ, ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെ. ഒബ്സർവർ എപ്പോഴും ഇവിടെയാണ്. അപ്പൊ ഒബ്സർവറിന് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ടായിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും. ഒന്നും കൂടെ നോക്കാം, ഇവിടെയാണ് ഒബ്സർവർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഒബ്സർവർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ടാണ് സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും, അതിന് ഇൻ ഫ്രണ്ട് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് എബവ് ആണ് ഏതൊക്കെ ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും. ഹൊറിസോണ്ടൽ പ്ലെയിനിന് ബിലോ ആണ് ഫോർത്ത് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഉള്ള പ്രൊജക്ഷൻസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊജക്ഷൻ, ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഒബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. അപ്പൊ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഒബ്ജക്ട്സ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പ്ലേസ് ചെയ്യുന്ന പ്രൊജക്ഷൻസ് ആണ്. ചില രാജ്യത്ത് US യൂറോപ്യൻ കൺട്രീസിലൊക്കെ തേർഡ് ക്വാഡ്രന്റ് പ്രൊജക്ഷൻസ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒബ്സർവർ എപ്പോഴും ഇവിടെ ആയിരിക്കും. ഒബ്സർവർ ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഇതെന്തായിരിക്കും? ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഫോം ചെയ്യും. ഇനി ഇത് നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊജക്ഷൻ വരക്കുന്നത് ഒരു 2 ഡയമെൻഷണൽ ഷീറ്റിലാണ്. അപ്പൊ നമ്മൾക്കൊരു ഒരു പ്ലെയിൻ ഷീറ്റിൽ ഇതിന്റെ പ്രൊജക്ഷൻസ് വരക്കണം. അപ്പൊ എങ്ങനെ വരക്കാം? ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരച്ച് സൈഡ് വ്യൂ ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ എങ്ങനെ വരയ്ക്കാം? മുകളിലും താഴെയായിട്ട് വരക്കാം. ഇത് ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വേണം? ഇത് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എനിക്ക് വരയ്ക്കാമായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ അല്ലെ. ഇതിപ്പോ ഫ്രണ്ട് വ്യൂ ആണോ, ഇതിന്റെ ടോപ്പ് വ്യൂ ആണോ, ഇപ്പൊ ഇത് ഏത് ക്വാഡ്രന്റിലാണ്, ഇതൊന്നും ഈ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ എഞ്ചിനീയറിംഗ്
ഗ്രാഫിക്സിൽ എപ്പോഴും എല്ലാ കൺഫ്യൂഷൻസും ഒഴിവാക്കാൻ ചില റൂൾസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനും ചില റൂൾസ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൽ വ്യൂ ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ എപ്പോഴും അത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇതിന്റെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാ വരക്കേണ്ടത് നോക്കാം. നമ്മൾ ഈ ഒരു ലൈനാണ് നമ്മൾ ആദ്യം വരക്കുക. ഈ ലൈനിന് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അതിന് റെഫറൻസ് ലൈൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു റെഫറൻസ് ലൈന് എപ്പോഴും ആദ്യം വരയ്ക്കും. റെഫറൻസ് ലൈനിനെ നമ്മൾ XY ലൈൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ XY ലൈൻ വരച്ചിട്ട് അതിൽ എപ്പോഴും നമ്മൾക്ക് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള വ്യൂ നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കും അല്ലെ. ഇപ്പൊ ഇതാണ് റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. അതിന് എബോവ് ആയിട്ടാണ് വെർട്ടിക്കൽ പ്ലെയിനിലെ ഫ്രണ്ട് വ്യൂ വരിക. അപ്പൊ നമ്മൾ എപ്പോഴും ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ അഗെയിൻ നമ്മൾക്ക് ഈ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? അത് താഴെ ഈ VPക്ക് താഴെയായിട്ട് ഇത് ഒരു സെയിം പ്ലെയിനിൽ, ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ ഫോം ചെയ്യും അല്ലെ. അപ്പൊ നമ്മളത് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ XY ലൈനിൽ താഴെയായിട്ടായിരിക്കും ടോപ്പ് വ്യൂ വരിക, ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പ് വ്യൂ ഇവിടെ വരും. സോ ഒരു ഫസ്റ്റ് ആംഗിളിലുള്ള ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ XY ലൈനിന് മുകളിലും അതിന്റെ ടോപ്പ് വ്യൂ XY ലൈനിൽ താഴെയായിട്ട് ഫോം ചെയ്യും. കാരണം എന്താ? നമ്മൾ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള വ്യൂ അതുപോലെ തന്നെ എവിടെയാണോ XY ലൈനിന് മുകളിലാണോ താഴെയാണോ എന്നനുസരിച്ചിട്ട് അതുപോലെ തന്നെ വരയ്ക്കും. ഫ്രണ്ട് വ്യൂ ഈ ഒരു ഇതില് വെർട്ടിക്കൽ പ്ലെയിൻ എബവ് XY ലൈനിന് വെർട്ടിക്കൽ പ്ലെയിനിലായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരിക. അപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ XY ലൈനിന് മുകളിലായിട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ടോപ്പ് വ്യൂ വരയ്ക്കുക. നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യും. ഏത് കേസിലാണെങ്കിലും, ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിലും സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിലും തേർഡിലോ ഫോർത്തിലോ എവിടെയാണെങ്കിലും ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെയാണെങ്കിലും ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിങ്ങനെയാണ് വരിക. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? അത് താഴെ XY ലൈനിൽ താഴെയായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെയാണ് വരിക. ഇനി ഇതേ ലോജിക് ഉപയോഗിച്ചിട്ട് നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ തേർഡ് ആംഗിളിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാം. തേർഡ് ക്വാഡ്രന്റിൽ ഇപ്പൊ ഇവിടെയാണ് തേർഡ് ക്വാഡ്രന്റിലെ ഒബ്ജക്റ്റ് നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക. നമ്മൾ ഈ ഇവിടുന്നാണ് ഒബ്സർവർ നോക്കുന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് ബിഹൈൻഡ് VP, പക്ഷെ വെർട്ടിക്കൽ പ്ലെയിനിലാണ് അതിന്റെ പ്രൊജക്ഷൻസ്. ഇവിടുന്ന് പ്രൊജക്ടേഴ്സ് വരച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും. ഇപ്പൊ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്തും അതേപോലെ ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നോക്കുന്ന സമയത്ത് ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇതിന്റെ ടോപ്പ് വ്യൂ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വരക്കും? നേരത്തെ അതേ മെത്തേഡ് നമ്മൾ എപ്പോഴും ആദ്യം വരക്കുക റെഫറൻസ് ലൈൻ ആണ്. അപ്പൊ റെഫറൻസ് ലൈനായ XY ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കും. XY ലൈൻ വരച്ചിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ XY ലൈനിന്റെ താഴെയാണ് ഫ്രണ്ട് വ്യൂ, വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഫ്രണ്ട് വ്യൂ. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരക്കുന്നത് XY ലൈനിൽ താഴെയായിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ടോപ്പ് വ്യൂ വരക്കണം. ടോപ്പ് വ്യൂ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലാണുള്ളത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ടോപ്പ് വ്യൂ നമ്മൾക്ക് ഈ ഷീറ്റിൽ ഇതേ 2 ഡയമെൻഷണൽ ആയിട്ട് നമുക്ക് വരക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു അല്ലെ. നേരത്തെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ള ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് വരും. ഈ സൈഡിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള വ്യൂസ് മുകളിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പൊ ഇതിങ്ങനെ മുകളിലോട്ട് പോയിട്ട് XY ലൈനിൽ ടോപ്പ് ആയിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂ വരിക. XY ലൈനിൽ താഴെയായിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ, XY ലൈനിന് മുകളിലായിട്ട് അതിന്റെ ടോപ്പ് വ്യൂ വരും. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ആ വ്യൂ മുകളിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഒരു തേർഡ് ക്വാഡ്രന്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ഇതുപോലെയാണ് അതിന്റെ വ്യൂ വരിക. അപ്പൊ ഇതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും നമ്മൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പോയിന്റ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ
നമ്മൾക്ക് എങ്ങനെയാണ് എല്ലാ ക്വാഡ്രൻസിലുള്ള പോയിന്റ്സിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് നോക്കാം. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള വ്യൂ അതുപോലെ തന്നെ വരയ്ക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിലെ വ്യൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വ്യൂ either ടോപ്പ് ഓഫ് ദ XY ലൈൻ അല്ലെങ്കിൽ ബിലോ ദ XY ലൈൻ ആയിട്ട് ഷിഫ്റ്റ് ആവും. അത് നമ്മൾ പ്രൊജക്ഷനിൽ വരയ്ക്കും. ഇനി ഈ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സും ലൈൻസും സോളിഡ്സും എല്ലാ പ്രൊജക്ഷൻസും നമ്മൾ വരയ്ക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നോമൻക്ലേച്ചർ ആണ്. എങ്ങനെയാണ് നമ്മൾ ലേബൽ ചെയ്യുക. നമ്മൾ ഒരു പോയിന്റ് വരയ്ക്കുകയാണെങ്കിൽ, ലൈൻ വരയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സോളിഡ് വരയ്ക്കുകയാണെങ്കിലോ എല്ലാ പോയിന്റ്സും എല്ലാ എഡ്ജസും നമ്മൾ ലേബൽ ചെയ്യണം പ്രോപ്പർ ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എ എന്നുള്ളൊരു ഒബ്ജക്റ്റ്, എ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. സോ വി ഹാവ് എ പോയിന്റ് എ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെയാ വരിക? ഫ്രണ്ട് വ്യൂ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ വരിക. ആൻഡ് അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. പിന്നെ സൈഡ് വ്യൂ ഉണ്ടാവും. സൈഡ് വ്യൂ ഫോം ചെയ്യുന്നത് പ്രൊഫൈൽ പ്ലെയിനിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ എ എന്നുള്ള പോയിന്റ് അതിന്റെ ഫ്രണ്ട് വ്യൂവില് വെർട്ടിക്കൽ പ്ലെയിനിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഓൾവേസ് നമ്മൾ സ്മോൾ ലെറ്റർ എ വിത്ത് എ ഡാഷ്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ ടോപ്പ് വ്യൂ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക വിത്ത് എ സ്മോൾ ലെറ്റർ എ. സൈഡ് വ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഡബിൾ ഡാഷ്. ഇങ്ങനെയാണ് നമ്മുടെ നോമൻക്ലേച്ചർ. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഈ പോയിന്റ് ബി ആയിരുന്നെങ്കിലോ ബി ഡാഷ് എന്ന് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂവും, സ്മോൾ ലെറ്റർ ബി എന്ന് ഇതിന്റെ ടോപ്പ് വ്യൂവും, ബി ഡബിൾ ഡാഷ് എന്ന് അതിന്റെ സൈഡ് വ്യൂ റെപ്രസെന്റ് ചെയ്യും. ഇനി ഇതൊരു ലൈൻ ആയിരുന്നെങ്കിൽ ലെറ്റ്സ് സേ ദിസ് ഇസ് ലൈൻ പി ക്യൂ, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ പി ഡാഷ് ക്യൂ ഡാഷ് എന്നും അതിന്റെ ടോപ്പ് വ്യൂ ജസ്റ്റ് പി ക്യൂ എന്നും അതിന്റെ സൈഡ് വ്യൂ പി ഡബിൾ ഡാഷ് ക്യൂ ഡബിൾ ഡാഷ് എന്നും മാർക്ക് ചെയ്യും. ഇതാണ് നോമൻക്ലേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സും പിന്നെ സെക്ഷൻ ഓഫ് സോളിഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലൈൻസ് പോയിന്റ്സ് ഒക്കെ ഇതിലുണ്ടാവും. അതിന് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ഷന്റെ എൻഡിൽ പ്രൊജക്ഷൻ നമ്മൾക്ക് വരച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുതലേ പ്രോപ്പർ ആയിട്ട് നെയിം ചെയ്യണം. ഫ്രണ്ട് വ്യൂ എപ്പോഴും ഒരു ഡാഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ വിത്ത് ഡാഷ്, ടോപ്പ് വ്യൂ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് ആൻഡ് സൈഡ് വ്യൂ സ്മോൾ ലെറ്റർ വിത്ത് ഡബിൾ ഡാഷ്. ഇങ്ങനെയാണ് ഇതിന്റെ നോമൻക്ലേച്ചർ. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അത് നാച്ചുറൽ ആയിട്ട് വന്നോളൂ. അപ്പൊ ഇതാണ് പ്രൊജക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നോമൻക്ലേച്ചർ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Draw the front and the top views of a point A lying 50 mm above the HP and 20 mm in front of VP. അപ്പോൾ പ്രോബ്ലത്തിൽ ഒരു പോയിന്റിന്റെ ലൊക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം റഫായിട്ട് ഇതിന്റെ പ്രൊജക്ഷൻസ് നമുക്ക് വരച്ചു നോക്കിയിട്ട് അതിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ എക്സാക്ട് പ്രൊജക്ഷൻ വരയ്ക്കാൻ പോകും. അപ്പോൾ ആദ്യം ഞാനിവിടെ റഫായിട്ട് ഒരു രണ്ട് പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരയ്ക്കുന്നുണ്ട്. വി ഹാവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി തന്നിട്ടുള്ള ഡാറ്റ നോക്കിയിട്ട് അത് ഇതിൽ മാർക്ക് ചെയ്യാം. ദ പോയിന്റ് ഇസ് 50 mm എബവ് ദ HP അല്ലെ. ദ പോയിന്റ് ഈസ് 50 mm എബവ് HP. അപ്പൊ HP ക്ക് എബവ് 50 mm ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് തന്നിട്ടുണ്ട്. സോ VP ക്ക് ഇൻ ഫ്രണ്ട് ആണ് 20 mm. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് സംവെയർ ഹിയർ ആയിരിക്കും. നമുക്ക് റഫ് ആയിട്ട് അതിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ഞാൻ ആ പോയിന്റിന് നമുക്ക് we'll use a different color to mark the points. Let's say ഇവിടെ ഞാൻ പോയിന്റ് എ മാർക്ക് ചെയ്തു. ഇതൊരു റഫ് ഡയഗ്രാം ആണ്. ഇനി ഇതിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ വരയ്ക്കണം. പ്രൊജക്ഷൻസ് എങ്ങനെയാ വരിക? എപ്പോഴും നമ്മൾ ഈ പോയിന്റിനെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ടേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ നോമൻക്ലേച്ചർ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ എ എന്നുള്ള പോയിന്റ് ഫ്രണ്ട് വ്യൂ എപ്പോഴും നമ്മൾ എ ഡാഷ് എന്നാണ് മാർക്ക് ചെയ്യുക. സോ എ ഡാഷ് എന്ന് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും നമ്മൾ പ്രൊജക്ടേഴ്സ് ടോപ്പ് നിന്ന് നോക്കുമ്പോൾ എവിടേക്കാ ഫോളോ ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോം ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിന്റെ ടോപ്പ് വ്യൂ ഫോം ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ
ഫോം ചെയ്യുന്ന ടോപ്പ് വ്യൂ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ എ എന്നാണ് നോമൻക്ലേച്ചർ പ്രകാരം മാർക്ക് ചെയ്യുക. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 50 mm എബവ് HP ആണ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് എബവ് HP 50 mm, ഇൻ ഫ്രണ്ട് ഓഫ് VP ഇറ്റ് ഈസ് 20 mm. അതും കൂടെ നമ്മൾ ഇവിടെ റഫായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും. ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ വ്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ ഫോളോ ചെയ്യും. ആ പോയിന്റ് നമ്മൾക്ക് എ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. എ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ പോയിന്റ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ പോയിന്റിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഫോം ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ ഇവിടെ 20 mm ആണ് ഈ ഡയമെൻഷൻ. അപ്പൊ അത് തന്നെ ആയിരിക്കും ഈ 20 mm. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു 20 mm റേഡിയസ് ഉള്ള ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 mm ആയിരിക്കും അല്ലെ? ഈ ഡിസ്റ്റൻസ് 20 mm ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം 50 mm ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആക്ച്വൽ പ്രൊജക്ഷന് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം എന്താ വരയ്ക്കേണ്ടത്? XY ലൈൻ വരയ്ക്കണം. അതിന് നിങ്ങളുടെ റൂളർ നിങ്ങളുടെ ഡ്രോയിങ് ഷീറ്റിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ട് എപ്പോഴും XY ലൈന് ശ്രദ്ധിക്കുക, ഒരു തിൻ ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്ന ലൈന് തിൻ ലൈൻ ആണെന്ന് നിങ്ങൾ ഓർക്കുക. ഞാനിത് പറയുന്നത് ഈ തിൻ ലൈനും തിക്ക് ലൈനും ഇപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ വരയ്ക്കുന്ന എല്ലാ ലൈൻസും തിൻ ലൈൻസ് ആയിരിക്കും. തിക്ക് ലൈൻസ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നമുക്ക് വരയ്ക്കേണ്ടി വരില്ല. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസും സോളിഡ്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് തിക്കും തിന്നും ലൈൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് ആ ഡിഫറൻസ് കാണാൻ പറ്റും. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലും വരണം. നമ്മൾ ആദ്യം പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വരയ്ക്കുമ്പോൾ ആദ്യം റെഫറൻസ് ലൈൻ ആണ് വരയ്ക്കുക. റെഫറൻസ് ലൈനിൽ നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? റെഫറൻസ് ലൈൻ ഇസ് ഓൾവേസ് മാർക്ക്ഡ് ആസ് XY. അപ്പൊ XY ലൈൻ ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്യുക. XY ലൈൻ മാർക്ക് ചെയ്തു. ഇനി പ്രൊജക്ഷൻ വരയ്ക്കാൻ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഒരു ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യാം. നമ്മൾ അത് O എന്ന് മാർക്ക് ചെയ്തു. ഈ Oയ്ക്ക് എബവ് ബിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ മാർക്ക് ചെയ്യണം. ഇതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയാ വരിക? നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു. അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് A ഡാഷ് എന്നുള്ള പോയിന്റ്, അതെങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ, ഇറ്റ് ഈസ് എബവ് XY ലൈൻ. എബവ് എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ്? 50 mm ആണ്. അപ്പൊ 50 mm എബവ് XY ലൈൻ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കണം. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ എപ്പോഴും സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്യാം. നമ്മൾ ഇവിടെ നിങ്ങളുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 mm ആയിരിക്കണം. അപ്പൊ ഇവിടെ 50 mm ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പോയിന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് 50 mm മുകളിലോട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് മാറ്റി. എപ്പോഴും നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ പോലെ ഞാനിപ്പം ആദ്യമായിട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മിസ്റ്റേക്സ് പോസിബിൾ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നോക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ അത് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കാം. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൊറിസോണ്ടൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ നമ്മൾക്ക് മെഷർ ചെയ്ത് ഈ 5 സെന്റിമീറ്ററിൽ നമ്മൾക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇവിടെ 5 സെന്റിമീറ്ററിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇത് ഒക്കെ തിൻ ലൈൻസ് ആണ്. കാരണം ഈ ലൈൻ ഒരു പ്രൊജക്ഷൻ ലൈൻ ആണ്. അതും തിൻ ലൈൻ ആയിട്ടാണ് നമ്മൾ എപ്പോഴും വരയ്ക്കേണ്ടത്. ഇനി അത് A ഡാഷ് എന്നുള്ള പോയിന്റ് ആണ് 50 mm എബവ്. ഇനി A എന്നുള്ള പോയിന്റ് 20 mm ബിലോ XY ലൈൻ ആണ്. അതും കൂടെ നമുക്ക് ഇപ്പൊ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ ലേബൽ ചെയ്യാം. സോ 20 mm ബിലോ XY ലൈൻ. ഇതേ ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടുന്ന് 20 mm വരയ്ക്കാം. ഇനി നമ്മൾക്കിത് ലേബൽ ചെയ്യാം.
ലേബൽ ചെയ്യാൻ ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഇത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണ്. അത് A' എന്ന് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കൻ ചെയ്ത് വരയ്ക്കുക, കാരണം ഇതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. അത് നമ്മൾ A എന്ന് മാർക്ക് ചെയ്തു. നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻസ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. എന്നിട്ട് അത് ലേബൽ ചെയ്തു. അടുത്ത ചെയ്യേണ്ടത് എന്താ, ഇതിന് നമ്മൾ ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ ഡയമെൻഷൻ ലൈൻസ് വരയ്ക്കണം. ഡയമെൻഷൻ ലൈൻസ് എങ്ങനെ വരയ്ക്കുക, നമ്മൾ എവിടെയാണോ ഡയമെൻഷൻ ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ ആദ്യം എക്സ്റ്റൻഷൻ ലൈൻസ് വരയ്ക്കണം. എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊരു 10 to 12 mm ലോങ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ലൈൻസ് നിങ്ങൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെയും നമുക്ക് എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കണം. അഗെയിൻ തിൻ ലൈൻ ആണ്, ഇതും തിൻ ലൈൻ ആണ്. 10 to 12 mm ലെങ്ത് ഉള്ള എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡയമെൻഷൻ ലൈൻസ് വരക്കണം. ഡയമെൻഷൻ ലൈന് അഗെയിൻ ഡയമെൻഷൻ ലൈനും തിൻ ലൈൻ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു തിൻ ലൈൻ വരച്ചു. നമ്മൾ ആദ്യം ഈ പോയിന്റ് A ഡയമെൻഷൻ ചെയ്യണം. അപ്പോൾ പോയിന്റ് A ഡയമെൻഷൻ ചെയ്യാൻ നമ്മൾ ഇവിടുന്ന് പ്രൊജക്ടേഴ്സ് താഴോട്ട് ഡയമെൻഷൻ ലൈൻ താഴോട്ട് വരച്ചു. ഇനി മുകളിൽ ഡയമെൻഷൻ ചെയ്യാൻ ഇവിടെയും നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആരോ ഹെഡ് മാർക്ക് ചെയ്യണം. ഡയമെൻഷൻ ലൈൻ എപ്പോഴും എൻഡ് ചെയ്യുന്നത് ആരോ ഹെഡിലാണ്. ഇവിടെ ഒരു ലോങ് ആരോ ഹെഡ് വേണം മാർക്ക് ചെയ്യാൻ. ഇതുപോലെ ആരോ ഹെഡ് മാർക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആരോ ഹെഡ് ഞാൻ വരയ്ക്കുന്നത് അത്രയും പ്രോപ്പർ ആയിരിക്കില്ല, കാരണം ഞാൻ ഡിജിറ്റൽ ടാബ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ലോങ് ആരോ ഹെഡ്, അതായത് ഒരു 3:1 ബ്രെഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ വരുന്ന പോലെ വേണം ആരോ ഹെഡ് വരയ്ക്കാൻ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആവും. ഇനി ഇത് ഡയമെൻഷൻ ചെയ്യണം. ഈ A' എന്നുള്ള പോയിന്റ് ഹൗ ലോങ് ഇറ്റ് ഈസ് ഫ്രം ദ XY ലൈൻ 50 mm. അപ്പം ഈ ഡയമെൻഷൻ ലൈനിന്റെ സെൻട്രലായിട്ട് നിങ്ങൾ 50 mm ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. അതുപോലെ ഇത് 20 mm ആണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ സെൻട്രലായിട്ട് 20 mm എന്ന് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. സോ ദിസ് ഇസ് ദി ഫൈനൽ പ്രൊജക്ഷൻ ഓഫ് നമ്മുടെ പോയിന്റ് A. പോയിന്റ് എയുടെ പ്രൊജക്ഷൻ ഇതാണ്. നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ ആയ A' മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് വ്യൂ ആയ A' മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് വ്യൂ A മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്തു. അതിന്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. സോ ദിസ് ഇസ് ഹൗ യു ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് വിച്ച് ഈസ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നമ്മൾ ഇതുവരെ നോക്കിയിട്ടേ ഇല്ല, കാരണം ഇതിന്റെ പൊസിഷൻ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് this is how you draw the projection of a point which is above HP in front of BP, that is the point in first quadrant. ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നത്, അത് വായിച്ചു നോക്കാം. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് B lying 40 mm above the HP and 25 mm behind the VP. അപ്പോൾ മെത്തേഡ് എന്താണ്, പ്രൊജക്ഷന്റെ നമ്മൾ നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ്. ആദ്യം നമ്മൾ XY ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും റഫ് ആയിട്ട് വരച്ചിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അതിൽ മാർക്ക് ചെയ്യാം. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ വരച്ചു, വെർട്ടിക്കൽ പ്ലെയിൻ വരച്ചു. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് നോക്കാം. ദ പോയിന്റ് ഇസ് ലൈയിങ് 40 mm എബവ് HP, 25 mm ബിഹൈൻഡ് VP. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന പോയിന്റ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബവ് HP 40 mm above HP and it is behind VP. എത്രയാണ്? 25 mm behind VP. അപ്പോൾ നമ്മൾക്ക് ആ പോയിന്റ് ഇവിടെയാണ് വരിക, കാരണം ഇത് എബവ് HPയും ബിഹൈൻഡ് VPയും ആണ്. ഇവിടെ റഫായിട്ട് നമ്മൾക്ക് പോയിന്റ് B മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ B നമ്മൾ റഫായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂ എപ്പോഴും നമ്മൾ പോയിന്റ് പ്രൊജക്ടേഴ്സ് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ്. അത് എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ വിത്ത് ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ B' എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ടോപ്പ് വ്യൂ ഫോം ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ടേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്
നമ്മൾ അതിനെ ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബി, സ്മോൾ ലെറ്റർ ബി എന്നാണ് നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് എങ്ങനെയായിരുന്നു? ബി ഇസ് 40 mm എബവ് HP ആൻഡ് 25 mm ബിഹൈൻഡ് VP. അപ്പൊ ഇതാണ് ഇതിന്റെ ഡയമെൻഷൻസ്, അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ പ്രൊജക്ടേഴ്സ് എങ്ങനെയാ വരയ്ക്കുക? പ്രൊജക്ടേഴ്സ് വരയ്ക്കുമ്പോൾ എപ്പോഴും ബി ഡാഷ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇതുപോലെ തന്നെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഫ്രണ്ട് വ്യൂ എപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് തന്നെ കൊണ്ടുവരണം. അതെങ്ങനെയാ ചെയ്യുക? ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാ പോവുക? ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒറിജിന് ഈ സൈഡിൽ അത് മുകളിലോട്ടാണ് പോവുക. അപ്പൊ ബി എന്നുള്ള ഈ പോയിന്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾക്ക് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻ വരിക. കാരണം നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എപ്പോഴും ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് താഴോട്ടും ഇവിടെ ഇത് മുകളിലോട്ടും ഷിഫ്റ്റ് ആവും. അപ്പൊ ഈ ബി എന്നുള്ള പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യും. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? ഈ ഡയമെൻഷൻ നമ്മൾക്ക് 40 mm, അതായത് ഈ ഡയമെൻഷൻ 40 mm ആണെന്ന് നമുക്കറിയാം, കാരണം അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡയമെൻഷൻ 25 mm ആയിരുന്നു. അപ്പൊ ഇത് 25 mm ആണ്. ആ റേഡിയസ് ഉള്ള ഒരു ആർക്കിലാണ് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് അഗെയിൻ 25 mm ആയിരിക്കും. അപ്പൊ ഇത് അഗെയിൻ ഈ പ്രൊജക്ഷൻസും വരക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ റഫ് ആയിട്ട് വരച്ചു. ഇനി ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻസ് നമ്മൾ വരയ്ക്കണം. ഇതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരക്കുന്നത്? ഞാൻ കുറച്ചും കൂടി സ്പീഡായിട്ട് വരക്കാം. പ്രൊജക്ഷൻസ് വരക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് XY ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ വരക്കണം. റെഫറൻസ് ലൈൻ എപ്പോഴും നമ്മൾ തിൻ ലൈൻ ആയിട്ടാണ് വരക്കുന്നത്. അപ്പൊ നമ്മൾ റെഫറൻസ് ലൈന് നമ്മൾ റെഫറൻസ് ലൈന് തിൻ ലൈൻ ആയിട്ട്, കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിട്ട് റെഫറൻസ് ലൈൻ വരയ്ക്കണം. ഞാനിവിടെ ഒരു റെഫറൻസ് ലൈൻ വരച്ചു. അഗൈൻ റെഫറൻസ് ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഡയമെൻഷൻ നോക്കണം. നമ്മൾക്കൊരു 40 mm ആണ് മാക്സിമം ഡയമെൻഷൻ. അത് കിട്ടുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. ഞാനിവിടെ XY എന്ന ഡയമെൻഷൻ ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഒറിജിൻ സെലക്ട് ചെയ്യാം. അതിനെ O എന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. B ഡാഷ് ആണ്. B ഡാഷ് ഈസ് എബവ് ദ XY ലൈൻ. XY ലൈനിന് എബവ് ആണ്, 40 mm എബവ്. അപ്പൊ നമ്മൾ 40 mm സ്കെയിലിൽ 40 mm എടുത്തിട്ട് മുകളിലോട്ടൊരു ലൈന് വരയ്ക്കാം. അപ്പോൾ ഇതാണ് 40 mm എങ്കിൽ ഇതിന്റെ എൻഡിൽ നമ്മൾക്ക് എന്ത് കിട്ടും? B ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടും. ഇനി B എവിടെയാ വരിക? B നമ്മൾ കണ്ട പോലെ B ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് XY ലൈനിൽ മുകളിൽ തന്നെയാണ് ബിയും വരിക, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm. അപ്പൊ നമ്മൾ ഇതേ ലൈനിൽ നമ്മൾ 25 mm എവിടെയാണോ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ B എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. സോ നമ്മൾ പ്രൊജക്ഷൻസ് ആയ ബിയും ബി ഡാഷും, അതായത് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ചു. ഇനി അതിനെ ലേബൽ ചെയ്തു. അടുത്തത് ചെയ്യേണ്ടത് ഇതിന്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു, എന്നിട്ട് ഡയമെൻഷൻ ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഡയമെൻഷൻ ലൈന് എൻഡ് ചെയ്യുന്നത് എപ്പോഴും ആരോ ഹെഡിലാണ്. നമ്മളൊരു ലോങ് ആരോ ഹെഡ് വരച്ചു. എന്നിട്ടത് നമ്മൾ ലേബൽ ചെയ്യണം. ലേബൽ ചെയ്യുമ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്? 25 mm. അപ്പൊ ഇവിടെ 25 എന്ന ടെക്സ്റ്റ് പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം, ഡയമെൻഷൻ ചെയ്യേണ്ടത് ഈ B ഡാഷ് എന്നുള്ള പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഈ സൈഡിലോട്ട് ഡയമെൻഷൻ ചെയ്യാം, പക്ഷെ ആ സൈഡിൽ നമ്മൾ ഓൾറെഡി ലേബൽ ചെയ്തു. അപ്പോൾ ഈ സൈഡിലേക്ക് ഡയമെൻഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഈ സൈഡിൽ നിന്ന് നമ്മൾ XY ലൈൻ എന്നാണ് അതിന്റെ ഡയമെൻഷൻ 40 mm മാർക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി ഇവിടെ നമ്മൾ ഒരു ഡയമെൻഷൻ പ്ലേസ് ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത എക്സ്റ്റൻഷൻ ലൈൻ വരക്കുമ്പോൾ അത് ഇവിടുന്ന് ഒരു ഡയമെൻഷൻ ലൈൻ, അതായത് ഇവിടുന്ന് ഒരു 8 mm ഗ്യാപ്പിൽ ഒരു ഡയമെൻഷൻ ലൈൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്റ്റൻഷൻ ലൈൻ വരക്കുക. എന്നിട്ട് ആരോ ഹെഡ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്റ്റൻഷൻ ലൈനും
പ്രൊജക്ഷൻ ലൈൻസും റെഫറൻസ് ലൈനും ഡയമെൻഷൻ ലൈനും, അതായത് നമ്മൾ ഈ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ വരയ്ക്കുന്ന എല്ലാ ലൈൻസും തിൻ ലൈൻസ് ആണ്. ഈ ഡയമെൻഷൻ എത്രയായിരുന്നു? ബി ഡാഷിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 40 mm ആണ്. അത് ഈ ഡയമെൻഷൻ ലൈനിന്റെ സെൻട്രലായിട്ട് നമ്മൾ ടെക്സ്റ്റ് റെപ്രസെന്റ് ചെയ്തു. സോ ദിസ് ഈസ് ഹൗ യു ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് വിച്ച് ഈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലെ പോയിന്റ് ആണ്. എബവ് HP, ബിഹൈൻഡ് VP. ഇവിടെ എന്താണ് വ്യത്യാസം? ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവും XY ലൈനിന് എബവ് ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ നമ്മുടെ ടോപ്പ് വ്യൂ ഫോം ചെയ്തത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അത് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് B എന്ന് പറയുന്നത് XY ലൈനിന്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് XY ലൈനിന് മുകളിലായിട്ടാണ് കിട്ടുക ഇഫ് ദ പോയിന്റ് ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ രണ്ട് വ്യൂ മുകളിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എബവ് XY ലൈൻ, ബിലോ XY ലൈൻ ടോപ്പ് വ്യൂ വരും. ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ റഫായിട്ട് വരച്ചു നോക്കുക. ഇതുപോലെ റഫായിട്ട് ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നിങ്ങൾ ഡാറ്റ വായിക്കുക, വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വരയ്ക്കുക, പോയിന്റ് റഫായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ആ വ്യൂ വരുന്നത് നോക്കുക, മാർക്ക് ചെയ്യുക. സിമ്പിൾ ആണ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കുക. അടുത്ത പ്രോബ്ലം, draw the projection of point C which is lying 30 mm below HP and 50 mm behind VP. എന്താണ് മെത്തേഡ് നമ്മൾ സോൾവ് ചെയ്യാനുള്ള? ആദ്യം നമ്മൾ റഫായിട്ട് ഇതിന്റെ പ്രൊജക്ഷൻസ് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരച്ചു. ഇനി അതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതിൽ റെപ്രസെന്റ് ചെയ്യണം. തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. The point C which is 30 mm below HP അല്ല, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് it is 30 mm below HP എന്നാണ്. ആൻഡ് the point is 50 mm behind VP. അപ്പൊ VP ഇതാണ്, behind VP എത്ര mm? 50 mm. So below HP, behind VP, അത് ഏതാണ് ആ ലൊക്കേഷൻ? ഇതായിരിക്കും ആ ലൊക്കേഷൻ അല്ലേ? കാരണം this location it is below HP and it is behind VP. So ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ്. ആ പോയിന്റ് നമ്മൾക്ക് പോയിന്റ് സിനെ നമുക്ക് ഇവിടെ റഫായിട്ട് വരയ്ക്കാം. ദിസ് ഇസ് പോയിന്റ് സി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻസ് വരക്കണം. പ്രൊജക്ഷൻസ് ഫ്രണ്ട് വ്യൂ നമ്മൾ എവിടെ ഫോം ചെയ്യുക? ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ ഫോം ചെയ്യും. അതായത് സി എന്നുള്ള പോയിന്റ് പ്രൊജക്ടർ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യും C ഡാഷ്. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ ഫോം ചെയ്തത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് നമ്മൾ അതിന്റെ പ്രൊജക്ഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പോയിന്റ് സ്മോൾ ലെറ്റർ C അതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇത് പോയിന്റ് ഇസ് ബിഹൈൻഡ് VP 50 mm and it is below HP. ഇത് എത്രയായിരുന്നു? 30 mm ആണ്. ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വെർട്ടിക്കൽ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ, അതായത് ഈ C ഡാഷ് എന്നുള്ള പ്രൊജക്ഷൻ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, അത് ഈ XY ലൈനിന് ബിലോ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. എത്രയാണ് ബിലോ? ഈ ഡയമെൻഷൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 30 mm ആണ്. സോ ഇറ്റ് ഈസ് 30 mm ബിലോ HP. XY ലൈൻ ആണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരിക. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ XY ലൈനിന് താഴെ വരയ്ക്കും. ഇനി അതിന്റെ ടോപ്പ് വ്യൂ എവിടെയാണുള്ളത്? HP-യിലാണ് ടോപ്പ് വ്യൂ ഉള്ളത്. HP-യിലുള്ള ടോപ്പ് വ്യൂ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിനെ ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഈ പോയിന്റ് C ഷിഫ്റ്റ് ആയിട്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ ചെന്ന് മീറ്റ് ചെയ്യും. അതിന് നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ ആയിട്ട് മാർക്ക് ചെയ്യുന്നു C. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലെയിന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ C മുകളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ C എന്ന് പറയുന്ന പ്രൊജക്ഷൻ വരുന്നത് XY ലൈനിന്റെ മുകളിലോട്ടായിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് 50 ആണെന്ന് അറിയാം. അപ്പൊ ഇതും 50 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതും 50 mm ആയിരിക്കും. നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടി. ഇനി നമ്മൾ ആക്ച്വൽ പ്രൊജക്ഷൻ വരക്കുക. ആക്ച്വൽ പ്രൊജക്ഷൻ വരക്കുമ്പോൾ കണ്ടിന്യൂസ് തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് ആദ്യം XY ലൈൻ വരക്കുക. XY ലൈനിനെ എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം XY ലൈൻ. അത് കഴിഞ്ഞിട്ട് അതിൽ ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുക്കാം.
എന്നിട്ട് ആ പോയിന്റ് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കാം. ഇവിടെ ഫ്രണ്ട് വ്യൂ സി ഡാഷ് ഇറ്റ് ഈസ് ബിലോ എക്സ് വൈ ലൈൻ അല്ലെ, എക്സ് വൈ ലൈൻ ഇവിടെയാണ് വരിക, അതിന് ബിലോ ആയിട്ടാണ് 30 mm ബിലോ. അപ്പൊ ഇവിടുന്ന് 30 mm മെഷർ ചെയ്തിട്ട് നമ്മളൊരു ലൈൻ പ്രൊജക്ടർ വരക്കുക. ആ 30 mm എൻഡിലായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ ആയ സി ഡാഷ്. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ വരക്കണം. ടോപ്പ് വ്യൂ ഇറ്റ് ഇസ് 50 mm എബവ് ദ എക്സ് വൈ ലൈൻ. അപ്പൊ ഈ ഇതേ പോയിന്റ് നമ്മൾ ടോപ്പിലേക്ക് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചു. അത് 50 mm ആയിരിക്കണം. സോ 50 mm മുകളിലോട്ട് നമ്മളൊരു പ്രൊജക്ടർ വരച്ച് അതിന്റെ എൻഡ് നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ സി ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ പോയിന്റ്സ് വരച്ചു, അതിന്റെ ലേബൽ ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. ഡയമെൻഷൻ മാർക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു, താഴെയും എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. ഇനി ഇതിന്റെ ഡയമെൻഷൻ ലൈൻ വരച്ചു, അതുപോലെ സി ഡാഷ് എന്ന പോയിന്റിന്റെ ഡയമെൻഷൻ ലൈൻ വരച്ചു. ഇനി ഡയമെൻഷൻ ലൈൻ എപ്പോഴും എൻഡ് ചെയ്തത് ആരോ ഹെഡിലാണ്. നമ്മൾ ഒരു ലോങ് ആരോ ഹെഡ് എല്ലാ ഡയമെൻഷൻ ലൈനിന്റെയും എൻഡിലും മാർക്ക് ചെയ്യുക. ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ പ്ലേസ് ചെയ്യുക. അപ്പൊ സി എന്നുള്ള പോയിന്റ് ഇറ്റ് ഈസ് 50 mm ഫ്രം ദ റെഫറൻസ് ലൈൻ. അപ്പൊ 50 mm മാർക്ക് ചെയ്യാം. ഈ സി ഡാഷ് എന്നുള്ള പോയിന്റ് ഇറ്റ് ഈസ് 30 mm അല്ലെ, ഇവിടെ 30 mm ആണ്, 30 mm. അപ്പൊ ഇവിടെ 30 mm ഫ്രം ദ റെഫറൻസ് ലൈൻ. അപ്പൊ ഇത് 30 mm ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് സി വിച്ച് ഇസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. ഇങ്ങനെയാണ് തേർഡ് ക്വാഡ്രന്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ വരയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Draw the projections of a point D lying 65 mm below the HP and 40 mm in front of VP. ഈ പ്രോബ്ലം നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ആദ്യം റഫ് ആയിട്ട് റെഫറൻസ് പ്ലെയിൻ വരച്ച് പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരച്ചു. ഇനി നമ്മൾക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇതിലേക്ക് എഴുതണം. എന്താണ് തന്നിട്ടുള്ളത്? The point D is lying 65 mm below the HP. Below the HP 65 mm and it is 40 mm in front of VP. In front of VP 40 mm. ഇതാണ് തന്നിട്ടുള്ള ഡാറ്റ. അപ്പൊ നമ്മൾക്കറിയാം in front of VP below HP. അപ്പൊ പോയിന്റ് എവിടെ ആയിരിക്കും? It will be here. അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലുള്ള പോയിന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഈ പോയിന്റ് റഫ് ആയിട്ട് എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് പോയിന്റ് ഡി. ഇനി ഇതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കണം. പ്രൊജക്ഷൻസ് നമ്മൾ ഫ്രണ്ട് വ്യൂ എങ്ങോട്ടാ വരിക? ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഡി വിത്ത് ഡാഷ്, ഡി ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി അതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ഷൻ ലൈൻസ് ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ ഡി ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇത് 65 mm ആയിരിക്കും. സോ ഇത് 65 mm ആയിരിക്കും. ആൻഡ് ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് വിപി 40 mm ആണ്. സോ ദിസ് ഇസ് 40 mm. ഇതും 40 mm ആയിരിക്കും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ പ്രൊജക്ഷൻസ് വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ എക്സ് വൈ ലൈനിൽ താഴെയായിട്ട് വരും. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ടോപ്പ് വ്യൂ നമ്മൾക്ക് ആ പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണ്? വി വിൽ റൊട്ടേറ്റ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഡി എന്നുള്ള പോയിന്റ് അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ വരും. ദിസ് വിൽ ബി ദ ഫൈനൽ പൊസിഷൻ ഓഫ് പോയിന്റ് ഡി ഇൻ ദ പ്രൊജക്ഷൻ. അപ്പൊ ഈ ഡിസ്റ്റൻസ് 40 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും 40 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ റഫ് പ്രൊജക്ഷൻ. ഇനി ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈൻ വരയ്ക്കുമ്പോൾ തിൻ ലൈൻ ആയിട്ട് വരയ്ക്കുക. ബ്ലാക്ക്
തിൻ ലൈനായിട്ട് ഞാനിവിടെ XY ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് ലേബൽ ചെയ്യാം. ലേബൽ XY റെഫറൻസ് ലൈൻ. ഇനി ഇതിൽ ഏതെങ്കിലും ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് എടുക്കുക, അതിന് നമ്മൾക്ക് O എന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ പോയിന്റ് പ്രൊജക്ഷൻ വരയ്ക്കുക. ഇനി ഇതിന്റെ പ്രൊജക്ഷൻ ഡിയും ഡി ഡാഷും XY ലൈനിൽ താഴെയാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് അത് രണ്ടും വരയ്ക്കാം. ഡി എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? ഡി എന്നുള്ള പോയിന്റ് 40 mm ബിലോ ആണ്. അപ്പൊ 40 mm ബിലോ ഡി ഡാഷ് 65 mm ബിലോ. അപ്പൊ 65 mm ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾക്ക് ഈ ലൈനിൽ തന്നെ ആയിരിക്കും ഡിയും ഡി ഡാഷും. അപ്പം 65 mm വരച്ചിട്ട് അതിൽ 65 mm ലെങ്ത്തിൽ നമ്മൾക്ക് ഡി ഡാഷ് എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഡി ഡാഷ്. ഇനി അതിൽ 40 mm എടുത്തിട്ട് 40 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് പോയിന്റ് ഡി മാർക്ക് ചെയ്യാം. കാരണം ഡി എന്നുള്ളത് 40 mm ഡിസ്റ്റൻസിലാണ്, ഡി ഡാഷ് എന്നുള്ളത് 65 mm ഡിസ്റ്റൻസിലാണ്. അപ്പൊ നമ്മളിത് പ്രൊജക്ഷൻ പോയിന്റ്സ് വരച്ചു. ഇനി അത് ലേബൽ ചെയ്തു. അടുത്തത് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ആദ്യം ഏറ്റവും ചെറിയ ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു, ഡയമെൻഷൻ ലൈൻ വരച്ചു. എന്നിട്ട് ആരോ ഹെഡ്, ഒരു ലോങ് ആരോ ഹെഡ് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തു. ആരോ ഹെഡ് വരച്ചിട്ട് ഡയമെൻഷൻ നോട്ട് ചെയ്യാം. ഇതിന്റെ സെൻട്രലായിട്ട് എത്രയായിരുന്നു ഇതിന്റെ ഡയമെൻഷൻ? 40 mm ആണ്. സോ 40 mm എന്നുള്ള ടെക്സ്റ്റ് ഡയമെൻഷൻ ലൈനിന് മുകളിൽ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യാം. ഇനി ഡി ഡാഷ് എന്നുള്ള പോയിന്റ് നമുക്ക് ഡയമെൻഷൻ ചെയ്യണം. അവിടുന്ന് എക്സ്റ്റൻഷൻ ലൈന് വരച്ചു. എക്സ്റ്റൻഷൻ ലൈൻ വരക്കുമ്പോൾ നോക്കുക, ഈ ഡയമെൻഷൻ ലൈനും ഇനി വരക്കാൻ പോകുന്ന ഡയമെൻഷൻ ലൈനും തമ്മിൽ ഒരു 8 to 10 mm ഗ്യാപ്പ് ഉണ്ടാവണം. അതുപോലെ വരച്ചു കഴിഞ്ഞാൽ മാത്രമേ അവസാനം നീറ്റ് ആയിട്ട് നമുക്ക് ഡയമെൻഷൻസ് പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഡയമെൻഷൻ ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് ആരോ ഹെഡ് മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും. ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ട് ഡയമെൻഷൻസ് എഴുതാം. എത്രയായിരുന്നു? 65 mm. So 65 mm എന്നുള്ള ടെക്സ്റ്റ് പ്ലേസ് ചെയ്തു. So this is the final projection of the point D which is lying below the HP in front of VP. അതായത് ഫോർത്ത് ക്വാഡ്രന്റിലുള്ള പോയിന്റ് പ്രൊജക്ഷൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ the projection of a point E lying on the HP and 50 mm in front of VP. അപ്പൊ നമ്മൾ ആദ്യം പൊസിഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ റെഫറൻസ് പ്ലെയിനിൽ സിറ്റുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് പ്രൊജക്ഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. ഇതേ മെത്തേഡ്, ഇതേ ലോജിക്ക് തന്നെയാണ് എങ്ങനെ പ്രൊജക്ഷൻ വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ റഫായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരച്ചു. അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള ഡാറ്റ നോക്കുക. ലൈൻ ഓൺ HP, അപ്പൊ HP-ലായിരിക്കും പോയിന്റ്, ആൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് VP 50 mm. അപ്പം ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഇത് HP-ലായിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പൊ ബാക്കിലോട്ടല്ല, ഇൻ ഫ്രണ്ട് ഓഫ് VP അറ്റ് എ ഡിസ്റ്റൻസ് 50 mm. അപ്പൊ നമ്മൾക്ക് HP-ല് 50 mm ഡിസ്റ്റൻസിൽ നമ്മൾക്ക് ഈ പോയിന്റ് E മാർക്ക് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ഈ HP-ലുള്ള പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ വരിക എവിടെയാ? എല്ലാ പോയിന്റ്സിന്റെയും ഫ്രണ്ട് വ്യൂ വരിക വെർട്ടിക്കൽ പ്ലെയിനിലാണ് അല്ലെ? എല്ലാ ഒബ്ജക്റ്റിന്റെയും ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്ടർ വരക്കുമ്പോൾ ആ പ്രൊജക്ടർ എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ പോയി നമ്മുടെ റെഫറൻസ് ലൈനിലായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരിക. ഫ്രണ്ട് വ്യൂ നമ്മൾ എങ്ങനെയാ മാർക്ക് ചെയ്യുക? സ്മോൾ ലെറ്റർ E വിത്ത് എ ഡാഷ്. സോ E ഡാഷ് ഈ റെഫറൻസ് ലൈനിലായിരിക്കും, കാരണം പോയിന്റ് ഈസ് ഇൻ HP. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ എവിടെയാ വരിക? ടോപ്പ് വ്യൂ നമ്മൾ HP-ലാണ് ഫോം ചെയ്യുക. ഈ പോയിന്റ് HP-ൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ തന്നെ ആയിട്ടായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ കാണുക. അപ്പൊ ഈ പോയിന്റ് തന്നെയാണ് ഇതിന്റെ ടോപ്പ് വ്യൂ, E ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊജക്ടർ വരക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഫ്രണ്ട് വ്യൂ അവിടെ തന്നെ വരക്കും. ഫ്രണ്ട് വ്യൂ ഇവിടെ തന്നെയാണ്, അത് XY ലൈനിലാണ്. ഇനി അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ടോപ്പ് വ്യൂ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൊണ്ടുവരണം. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഈ E ഡാഷ് എന്നാണ് ഞാൻ മാർക്ക് ചെയ്തത്. നമ്മൾ ടോപ്പ് വ്യൂ എങ്ങനെ മാർക്ക് ചെയ്യാം? ടോപ്പ് വ്യൂ എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്റർ E എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഡാഷ് ഇല്ല, സോറി.
ഇനി എന്താ ചെയ്യേണ്ടത്, ഈ എന്നുള്ള പോയിന്റ് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണുള്ളത്, അതിനെ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എന്നുള്ള പോയിന്റ് ട്രാൻസ്ഫർ ആയി ഇവിടെയാവും. ആൻഡ് അതിന്റെ ഡിസ്റ്റൻസ് ഈ 50 mm അതുപോലെ തന്നെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇതും 50 mm ആയിരിക്കും. സോ ദിസ് ഇസ് ദി പ്രൊജക്ഷൻ, ഫൈനൽ പ്രൊജക്ഷൻ ഇ ഡാഷ് ആൻഡ് ഇ. ഇത് ആക്ച്വൽ പ്രൊജക്ഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം, എക്സ് വൈ ലൈൻ വരച്ചു, തിൻ ലൈൻ ആയിരിക്കണം എക്സ് വൈ ലൈൻ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എക്സ് വൈ ലൈൻ ലേബൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിലുള്ള ആർബിട്രറി പോയിന്റ് O എടുത്തു. ഇനി പ്രൊജക്ഷൻസ് വരയ്ക്കണം. ഇ ഡാഷ് എന്നുള്ള പോയിന്റ് ഇത് തന്നെയാണ്, അപ്പൊ ഇ ഡാഷ് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇതാണ് ഇ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമ്മൾക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇ എന്നുള്ള പോയിന്റ് ആണ്. ഇ എന്നുള്ള പോയിന്റ് ഇറ്റ് ഈസ് ബിലോ ദ എക്സ് വൈ ലൈൻ, അല്ലെ ഇറ്റ് ഈസ് ബിലോ എക്സ് വൈ ലൈൻ. ഹൗ മച്ച് ബിലോ? ഇറ്റ് ഈസ് 50 mm ബിലോ. സോ ഇത് നമ്മൾക്ക് 50 mm ബിലോ ഇ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി ഇത് ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാൻ നമ്മൾ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു, എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ട് ഡയമെൻഷൻ ലൈൻ വരച്ചു. നമ്മൾക്ക് ഈ O എന്നുള്ള ലേബൽ ഈ ലേബൽ രണ്ട് നമുക്ക് മാറ്റി വരയ്ക്കാം. സോ ദാറ്റ് ഡയമെൻഷൻ ലൈൻ ഡസൻ ഈ O നമുക്ക് ഈ സൈഡിൽ ലേബൽ ചെയ്യാം. ഈ പോയിന്റ് എന്തായിരുന്നു? പോയിന്റ് ടോപ്പ് വ്യൂ ഇ ആണ്. ഇനി നമുക്ക് ഡയമെൻഷൻ എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കാം ആദ്യം, എന്നിട്ട് ഡയമെൻഷൻ ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ആരോ ഹെഡ് മാർക്ക് ചെയ്യണം. രണ്ട് സൈഡിലും ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ലെറ്ററിങ് ഇവിടെ എഴുതുക. ഇതെങ്ങനെ എഴുതേണ്ടത്, ഈ സൈഡിൽ വരുന്ന സമയത്ത് ഈ സൈഡിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് 50 mm ആണ്. സോ നമ്മൾ 50 mm നിങ്ങളുടെ പേപ്പർ ഷീറ്റ് തിരിച്ചു വെച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഇത് എഴുതുക. ഞാൻ ഡിജിറ്റൽ പെനിൽ എഴുതുന്നതുകൊണ്ടാണ് അത് ഇത്രയും ക്ലിയർ ആയിട്ട് വരാം. സോ ഇതാണ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ലൈയിങ് ഓൺ HP ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി അടുത്ത ടൈപ്പ് പ്രോബ്ലം നോക്കാം. അഗെയിൻ സെയിം ലോജിക് തന്നെയാണ്, എല്ലാ പ്രോബ്ലത്തിലും സെയിം മെത്തേഡ് തന്നെയാണ്. എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്? ആദ്യം റഫ് ആയിട്ട് XY ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരയ്ക്കുക. എന്നിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ ലേബൽ ചെയ്തു, വെർട്ടിക്കൽ പ്ലെയിൻ ലേബൽ ചെയ്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ഡാറ്റ ഇതിലേക്ക് ഈ റഫ് ഡയഗ്രത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. ദ പോയിന്റ് F is lying 30 mm above the HP. So it is above HP 30 mm and on VP. Vertical plane ലാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ above HP on vertical plane പോയിന്റ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ് F എന്ന് പറയുന്നത്. F റഫ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക. ഇത് പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ ഈ F ഡാഷ് എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും. ഇതിന്റെ ടോപ്പ് വ്യൂ വരിക ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുന്ന സമയത്ത് അത് പോയി റെഫറൻസ് ലൈനിലാണ് വരിക. അപ്പൊ റെഫറൻസ് ലൈനിലായിരിക്കും നമ്മുടെ F എന്നുള്ള പോയിന്റ്. ഇനി ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ എളുപ്പമാണ്, കാരണം ഈ F ഡാഷ് എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ അവിടെ തന്നെ വെക്കുക. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ F ഡാഷ് എബോവ് XY ലൈൻ ആയിട്ട് വന്നു. ഈ സ്മോൾ ലെറ്റർ F അല്ലെങ്കിൽ ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും, പക്ഷെ ഇവിടെ അത് റഫറൻസ് ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റഫറൻസ് ലൈനിൽ. അപ്പൊ നമ്മളത് റൊട്ടേറ്റ് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് റഫറൻസ് ലൈനിൽ തന്നെ വരയ്ക്കാം. അപ്പൊ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആദ്യം റഫറൻസ് ലൈൻ XY ലൈൻ വരച്ചു, അത് ലേബൽ ചെയ്തു. ഇനി അതിന്റെ അതിലേതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നമുക്ക് റഫറൻസ് വരക്കാം, പ്രൊജക്ഷൻ വരയ്ക്കാൻ. അതിന് നമ്മൾ O എന്ന് മാർക്ക് ചെയ്തു. ഇനി പ്രൊജക്ഷൻ പോയിന്റ്സ് Fഉം F ഡാഷും മാർക്ക് ചെയ്യണം. F ഡാഷ് നമ്മളിവിടെ ഡയമെൻഷൻ എഴുതിയിട്ടില്ല, ഡയമെൻഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 30 mm എബവ് HP എന്ന് തന്നിട്ടുണ്ട്. സോ ഈ ഡിസ്റ്റൻസ് F ഡാഷിലേക്ക് റഫറൻസ് ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് 30 mm ആയിരിക്കും. അപ്പൊ നമ്മൾ
റെഫറൻസ് പോയിന്റ് ഒ എന്ന് ഒരു 30 mm വെർട്ടിക്കൽ ലൈൻ വരച്ചു. എന്നിട്ട് ആ പോയിന്റിൽ നമ്മൾ ലേബൽ ചെയ്യണം. അതിന് നമ്മൾ എഫ് ഡാഷ് എന്ന് ലേബൽ ചെയ്തു. ഇനി എഫ് എന്നുള്ള ടോപ്പ് വ്യൂ വരിക എക്സ് വൈ ലൈനിൽ തന്നെയാണ്, എക്സ് വൈ ലൈനിൽ. സോ ഈ പോയിന്റ് നമ്മൾ എഫ് ആയിട്ട് ലേബൽ ചെയ്തു. ഇനി ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാൻ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചു. എഫ് ഡാഷ് എന്ന് ഡയമെൻഷൻ ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആരോ ഹെഡ് മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും. എല്ലാം തിൻ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്, ഡയമെൻഷൻ ലൈനും എക്സ്റ്റൻഷൻ ലൈനും. എന്നിട്ട് ഡയമെൻഷൻ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുക 30 mm. ഡയമെൻഷൻ ലൈനിന്റെ സെൻട്രലായിട്ട് 30 mm എന്ന് ലെജിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റിൽ എഴുതുക. സോ ഇതാണ് മെത്തേഡ് ഓഫ് drawing the projection of a point above HP in VP. Any other possible position? Next possible position is given here in this question. Again നമ്മൾ റഫ് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഗിവൺ ഡാറ്റ നോക്കുക. ലൈൻ ഓൺ എച്ച് പി, എച്ച് പിയിലാണ് പോയിന്റ്, ആൻഡ് 45 mm ബിഹൈൻഡ് the VP, 45 mm behind VP 45 mm. So clear ആണ്. Position of point is on HP and behind VP. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ് G എന്ന് പറയുന്നത്. ഇനി G എന്നുള്ള പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് വരിക. അതിനെ നമ്മൾ G ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ ടോപ്പ് വ്യൂ വരിക ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഓൾറെഡി ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഈ പോയിന്റ് ഉള്ളത്. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ കാണുക. അപ്പൊ G എന്നുള്ള പോയിന്റ് ഇവിടെ ഫോം ചെയ്യും. ഇനി ഈ G എന്നുള്ള ഫ്രണ്ട് വ്യൂ, G ഡാഷ് എന്ന ഫ്രണ്ട് വ്യൂ അവിടെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യും, കാരണം അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഇനി G എന്നുള്ള പോയിന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അതിന് നമ്മൾക്ക് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം അതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ. നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇവിടുന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴും, ഇവിടെ ഈ സൈഡിൽ അത് മുകളിലോട്ടാണ് പോവുക. അപ്പൊ G എന്നുള്ള പോയിന്റ് ട്രാൻസ്ഫർ ആയി വെർട്ടിക്കൽ പ്ലെയിനിൽ എക്സ് വൈ ലൈനിൽ മുകളിലായിട്ട് ഫോം ചെയ്യും. ഈ ഡിസ്റ്റൻസ് 45 mm തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 45 mm ഫ്രം ദ റെഫറൻസ് ലൈൻ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ സിമ്പിൾ ആയിട്ട് ഇനി വരയ്ക്കാം. എല്ലാ ഡാറ്റയും നമ്മൾ റഫായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കാം. എക്സ് വൈ ലൈൻ ലേബൽ ചെയ്യാം. എന്നിട്ട് ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കാം, പോയിന്റ് O. ഇനി പ്രൊജക്ഷൻസ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ആദ്യം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യപ്പോഴും ഫ്രണ്ട് വ്യൂ ഇവിടെ റെഫറൻസ് ലൈനിൽ തന്നെയാണ്. സോ നമ്മൾക്ക് ഈ ഫ്രണ്ട് വ്യൂവിനെ G ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ ഇറ്റ് ഈസ് 45 mm എബവ് എക്സ് വൈ ലൈൻ. സോ എക്സ് വൈ ലൈനിൽ എബവ് 45 mm ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ അറ്റത്ത് പോയിന്റ് G മാർക്ക് ചെയ്യാം. ഇനി അത് ഡയമെൻഷൻ ചെയ്യണം. എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുക, തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു 10-12 mm ഡിസ്റ്റൻസിൽ, എന്നിട്ട് ഒരു 10 mm ഡിസ്റ്റൻസിൽ ഫ്രം ദ പ്രൊജക്ഷൻ ലൈൻ നമ്മൾക്ക് ഡയമെൻഷൻ ലൈൻ വരയ്ക്കാം. ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് ആരോ ഹെഡ് മാർക്ക് ചെയ്യാം. ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. 45 mm ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ. സോ 45 mm അവിടെ മാർക്ക് ചെയ്യാം. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഇൻ ദിസ് കേസ്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എച്ച് ലൈങ് 60 mm എബവ് എച്ച് പി ഓൺ വി പി. എഗെയിൻ സെയിം മെത്തേഡ് തന്നെയാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെ വരച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട്. എന്താണ് മെത്തേഡ്? ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും റഫായിട്ട് വരയ്ക്കുക. എക്സ് വൈ ലൈൻ വരച്ചിട്ട് അത് ലേബൽ ചെയ്യാം. സോറി, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ടത് ലേബൽ ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. അത് കഴിഞ്ഞിട്ട് ഗിവൺ ഡാറ്റ നമ്മൾക്ക് റഫായിട്ട് മാർക്ക് ചെയ്യാം. ഇതിൽ ദ പോയിന്റ് ഈസ് ലൈയിങ് 60 mm എബവ് എച്ച് പി. സോ എബവ് എച്ച് പി 60 mm ആൻഡ് ഓൺ വി പി. അപ്പൊ വി പിയിൽ തന്നെയാണ് എബവ് എച്ച് പി. അപ്പൊ ഈ പോയിന്റ് ഇവിടെ ആയിരിക്കും, നമ്മൾക്ക് അതിനെ മാർക്ക് ചെയ്യാം. ദിസ് പോയിന്റ് ഇസ് പോയിന്റ് എച്ച്.
ഇനി നോക്കുക, ഇതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരിക? വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഫ്രണ്ട് വ്യൂ എപ്പോഴും വരിക. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ് പോയിന്റ്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലെയിനിൽ അവിടുത്തെ ആ പോയിന്റ് തന്നെ ആയിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഇതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ് വരിക. നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാർക്ക് ചെയ്തു. പോയിന്റിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് എച്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിന്റെ ആക്ച്വൽ പ്രൊജക്ഷൻ വരയ്ക്കാനാണ്. ആക്ച്വൽ പ്രൊജക്ഷൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് വൈ ലൈൻ വരയ്ക്കണം. തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് എക്സ് വൈ ലൈൻ വരയ്ക്കുക. എന്നിട്ടത് ലേബൽ ചെയ്യാം എക്സ് വൈ. എന്നിട്ട് അതിൽ ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ലെറ്റ്സ് സേ പോയിന്റ് O മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന് മുകളിലാണ്. എത്രയാണ് അതിന്റെ ഡയമെൻഷൻ? നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് എബവ് എച്ച് പി 60 mm എന്നുള്ളത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് 60 ആയിരിക്കും. അപ്പൊ 60 mm ലോങ് ലൈൻ വരച്ചിട്ട് അതിന്റെ ടോപ്പില് ഫ്രണ്ട് വ്യൂ ആയ എച്ച് ഡാഷ് മാർക്ക് ചെയ്യാം. ഇനി എച്ച് എന്നുള്ള പോയിന്റ് എക്സ് വൈ ലൈനിൽ തന്നെയാണ് ഈ കേസിൽ. സോ എച്ച് ഈസ് ഇൻ എക്സ് വൈ ലൈൻ. നമ്മൾ അത് രണ്ടും പ്രൊജക്ഷൻ ലൈൻസ് വരച്ച് പ്രൊജക്ഷൻ പോയിന്റ്സ് വരച്ചു, ലേബിൾ ചെയ്തു. ഇനി ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാൻ ആദ്യം ഒരു എക്സ്റ്റൻഷൻ ലൈൻ വരയ്ക്കുക, പിന്നെ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക. രണ്ടും തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഡയമെൻഷൻ ലൈൻ വരച്ചതിന് ശേഷം ഡയമെൻഷൻ ലൈൻ വരച്ചു. ഇനി അതിന്റെ ആരോ ഹെഡ് വരയ്ക്കാം. രണ്ട് എൻഡ്സിലും ആരോ ഹെഡ് മാർക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം 60. സോ ഇതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത പൊസിഷൻ, അത് ലാസ്റ്റ് പൊസിഷൻ ആണ്. നമ്മൾ എല്ലാ പൊസിഷനും നോക്കി. ഫൈനൽ പൊസിഷൻ ഇസ് പോയിന്റ് ലൈൻ ബോത്ത് ഓൺ എച്ച് പി ആൻഡ് വി പി. ബോത്ത് ഓൺ എച്ച് പി ആൻഡ് വി പി വരുമ്പോൾ എങ്ങനെയാ വരയ്ക്കുക പോയിന്റ്? അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ അതിന്റെ പൊസിഷൻ എങ്ങനെയാ പ്രൊജക്ഷൻ വരിക ഇതൊക്കെ പറയാൻ പറ്റണം. കാരണം അത് സിമ്പിൾ ആണ് അല്ലെ. എങ്ങനെയാ വരിക? നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും വരയ്ക്കുകയാണെങ്കിൽ ഇനി ഇതില് പോയിന്റിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യണം. എവിടെ വരിക? ഇറ്റ് ഈസ് ഓൺ എച്ച് പി ഓൺ വി പി, ഓൺ എച്ച് പി ഓൺ വി പി. അങ്ങനെ വരുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏതാണത്? റെഫറൻസ് പ്ലെയിൻ, റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിലായിരിക്കും പോയിന്റ് ജെ. കാരണം ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും മീറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ഇനി അവിടെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇവിടെ വരും, അവിടെ തന്നെ വരും. കാരണം ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിലും ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലും വരിക. ഈ പോയിന്റിനെ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാലും ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ വ്യൂ ആ പോയിന്റിൽ തന്നെ ആയിരിക്കും. ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാന്ന് പറയുന്നത് എളുപ്പമല്ലേ. നമ്മൾ ആദ്യം എക്സ് വൈ ലൈൻ തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് വരച്ചു. എക്സ് വൈ ലൈൻ വരച്ചു. അതിൽ ഒരു പോയിന്റിൽ നമ്മൾക്ക് മാർക്ക് ചെയ്യണം പ്രൊജക്ഷൻസ്. ഈ പോയിന്റിൽ തന്നെയാണ് ഇ ഡാഷും ഇയും. അപ്പൊ അത് ആർബിട്രറി പോയിന്റ് O ആയിട്ട് എഴുതണ്ട, കാരണം ഈ പോയിന്റ് തന്നെയാണ് നമ്മുടെ പ്രൊജക്ടർ ഉള്ളത്. ഇനി ഇതിൽ ഡയമെൻഷൻ ചെയ്യാൻ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കാരണം നമ്മുടെ എക്സ് വൈ ലൈനിൽ തന്നെയാണ് ഇ ഡാഷും ഇയും. സോ ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ലൈയിങ് ബോത്ത് എച്ച് പി ആൻഡ് വി പി. നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലെ എല്ലാ പൊസിഷൻസും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് മെത്തേഡ്. ഇപ്പൊ സിമ്പിൾ ആണ്. ഒരു സമ്മറി എന്ന രീതിയിൽ ഈ സ്ലൈഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. നോക്കാം. നമ്മൾക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് അവസാനിപ്പിക്കാം. പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എ. ഈ പോയിന്റ് എവിടെയാണ്? ഇറ്റ് ഈസ് എബവ് എക്സ് വൈ ലൈൻ, എബവ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എ എന്നുള്ള പോയിന്റ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. അത് അതുപോലെ തന്നെ എക്സ് വൈ ലൈനിന് മുകളിലായിട്ട് വരും. അതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. എ എന്ന് പറയുന്ന പോയിന്റ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പോയിന്റ്സിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന്
എച്ച് പി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇ എന്നുള്ള പോയിന്റ് താഴോട്ട് വരും, എ എന്നുള്ള പോയിന്റ് താഴെ വരും. അതുപോലെ ബി, പോയിന്റ് ബി എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, എബവ് എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. അതിന്റെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ ബി ഡാഷ് വന്നു, അത് അവിടെ തന്നെ ആയിരിക്കും. എക്സ് വൈ ലൈനിന്റെ മുകളിൽ ബി ഡാഷ് ഉണ്ട്. ഇനി അതിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന ബി എന്ന ടോപ്പ് വ്യൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പോകും. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ മുകളിലോട്ട് റൊട്ടേറ്റ് ആവും. ബി എന്നുള്ള പോയിന്റ് എക്സ് വൈ ലൈനിന് മുകളിൽ പോകും അല്ലെ, പിയും ബി ഡാഷും മുകളിലായിരിക്കും. പോയിന്റ് സി ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി. ആ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എഗെയിൻ വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. പക്ഷെ ഈ സമയത്ത് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന വ്യൂ എക്സ് വൈ ലൈനിന് താഴെയാണ്. സി ഡാഷ് എന്നുള്ള ഫ്രണ്ട് വ്യൂ താഴെയാ വരിക. അതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും, സി. അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ ഇവിടെ പോകും, എക്സ് വൈ ലൈനിൽ മുകളിൽ പോകും. ഇനി ഡി പറഞ്ഞ പോയിന്റ് അതിന്റെ ഫ്രണ്ട് വ്യൂ വെർട്ടിക്കൽ പ്ലെയിനിൽ എക്സ് വൈ ലൈനിൽ താഴെ ഡി ഡാഷ്. അതിന്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ ഡി എച്ച് പിയിലാണ്. അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് ഷിഫ്റ്റ് ആവും. സോ ഡി താഴെയാണ്. അപ്പൊ ഇതാണ് 4 ക്വാഡ്രന്റിലുള്ള പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ ഒരു വരിക. അപ്പൊ ഇതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. ഇത്രയേ ഉള്ളൂ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. ആ ലോജിക് ഉപയോഗിക്കുക, റഫ് ആയിട്ട് വരയ്ക്കുക, എന്നിട്ട് ആക്ച്വൽ പ്രൊജക്ഷൻ വരയ്ക്കാം. നോമൻക്ലേച്ചർ ഒക്കെ ശ്രദ്ധിക്കണം. ഫ്രണ്ട് വ്യൂ എപ്പോഴും ഡാഷ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക, ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള വ്യൂ ആണ് റൊട്ടേറ്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ പ്ലെയിൻ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴോട്ട് പോകും. സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് പോകും. അങ്ങനെയാണ് വ്യൂ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതൊന്നുമല്ല, ലോജിക് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് കഴിഞ്ഞു. ഇനി പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ